എല്ലാവർക്കും CMSന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ രണ്ടാമത്തെ ഹിന്ദി ക്ലാസ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്താണ് പഠിച്ചത്? ഷാഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ഒരു ചാപ്റ്ററിന്റെ ഒരു പേജ് പഠിച്ചു അല്ലെ. എല്ലാവരും വീട്ടിൽ പോയി വായിച്ചൊക്കെ നോക്കി കാണും. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മള് പഠിച്ച കാര്യം ഒന്ന് ഓർത്തു നോക്കാം. എന്താണ് പഠിച്ച കഥ? ഓർമ്മയുണ്ടോ? എന്താണ് കാര്യം? ഒരിക്കൽ അക്ബർ ചക്രവർത്തി ഒരു പണ്ഡിത സദസ്സിന് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സദസ്സിനെ കാണാനിടയായി. അപ്പോഴത്തേക്കും അക്ബർ ചക്രവർത്തിക്ക് തോന്നി, എന്താണ് തോന്നിയത്? തനിക്ക് വലിയ ബുദ്ധിമാനൊന്നുമല്ല, താൻ വലിയ ബുദ്ധിമാനൊന്നുമല്ല, തനിക്ക് അറിവ് വളരെ കുറവാണെന്ന് ആർക്കും തോന്നി? അക്ബർ ചക്രവർത്തിക്ക് തോന്നി. അത് അദ്ദേഹം ആരോട് പറയുകയാണ്? ബീർബലിനോട് പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ബീർബലിനോട്, നാളെ തന്നെ എന്നെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം. അപ്പൊ അതിന് എന്നെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ ആ ഏർപ്പാടുകൾ ചെയ്യൂ എന്ന് ബീർബലിനോട് കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മള് പഠിച്ച കാര്യം. അപ്പൊ അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. ശരി, അപ്പൊ നോക്കിക്കോളൂ. ഞാനൊരിക്കൽ വായിക്കാം, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. अगली सुबह जब शाहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. दरबार तरह तरह के लोगों से भरा हुआ था. वहां बच्चे और बुजुर्ग थे, गृहिणियां और धोबिनें थीं, किसान और कचरा बीनने वाले थे, दुकानदार और लिपिक थे, मूर्ख और ज्ञानी थे, और भी न जाने कितनी तरह के लोग थे. नोको, अगली सुबह जब शाहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. അടുത്ത പ്രഭാതത്തിൽ, അഗലി സുബഹ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അടുത്ത പ്രഭാതത്തിൽ ജബ് ഷാഹൻഷാഹ് ने दरबार में प्रवेश किया तो, എപ്പോഴാണോ ചക്രവർത്തി അക്ബർ തന്റെ ദർബാറിലോട്ട്, തന്റെ രാജസദസ്സിലോട്ട് പ്രവേശിച്ചത്, ഉൻകാ സ്വാഗത് ഏക് വിചിത്ര ദൃശ്യനെ കിയ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു. അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ രാജ കൊട്ടാരത്തിലോട്ട്, രാജ ദർബാറിലോട്ട് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഒരു വിചിത്ര ദൃശ്യവും കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചത്. എന്തായിരുന്നു ആ വിചിത്ര ദൃശ്യം? ഒന്ന് നോക്കൂ. ദർബാർ तरह तरह के लोगों से भरा हुआ था. രാജകൊട്ടാരം അല്ലെങ്കിൽ രാജസദസ് तरह तरह के लोगों से भरा हुआ था. എന്താണ് അർത്ഥം? तरह तरह എന്ന് വെച്ചാല് പലതരത്തിലുള്ള ആളുകൾ കൊണ്ട് കൊട്ടാരം നിറഞ്ഞിരിക്കുകയാണ്. കാര്യം മനസ്സിലായോ? പിറ്റേ ദിവസം രാജാവ് കൊട്ടാരത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താണ്? കൊട്ടാരം നിറയെ പലതരത്തിലുള്ള ആളുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. വഹാം ബच्चे അവർ बुजुर्ग थे, गृहिणियां അവർ धोबिनें थीं, किसान അവർ कचरे बीनने वाले थे, दुकानदार അവർ लिपिक थे, मूर्ख അവർ ज्ञानी थे. അപ്പൊ ആരൊക്കെയാണ് കൊട്ടാരത്തിൽ വന്നിരിക്കുന്ന ആളുകള്? ഒന്ന് നോക്കൂ. ബच्चे അവർ बुजुर्ग, കുട്ടികളുണ്ടായിരുന്നു. ബുജുർഗ്, മുതിർന്നവരുണ്ടായിരുന്നു. ബच्चे എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ബുജുർഗ് എന്ന് പറഞ്ഞാല് മുതിർന്ന വൃദ്ധരായ ആളുകൾ. മനസ്സിലായോ? അപ്പൊ കൊച്ചു കുട്ടികളും വയസ്സായ ആളുകളും ഉണ്ടായിരുന്നു. ഗൃഹിണിയാം അവർ ധോബിനേം, വീട്ടമ്മമാരുണ്ടായിരുന്നു. ധോബിനേം എന്ന് വെച്ചാൽ എന്താണ്? അലക്കുകാരികൾ ഉണ്ടായിരുന്നു. വീട്ടമ്മമാരുണ്ടായിരുന്നു, അലക്കുകാരികൾ ഉണ്ടായിരുന്നു. കിസാൻ അവർ കച്ചരാ ബീനെ വാലേത്തെ, കൃഷിക്കാരുണ്ടായിരുന്നു. കിസാൻ ആരാണ്? കൃഷിക്കാരുണ്ടായിരുന്നു. കച്ചരാ ബീനെ വാലെ, ചപ്പുചവറുകൾ പറക്കുന്നവരുണ്ടായിരുന്നു. ദുക്കാൻദാർ ഹേ ഓർ ലിപിക് ഹേ, കടക്കാർ വ്യാപാരികൾ ഉണ്ടായിരുന്നു. ലിപിക് ഗുമസ്തരുണ്ടായിരുന്നു. മനസ്സിലായോ? മൂർഖ ഓർ ജ്ഞാനി ഥേ, മണ്ടന്മാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, അറിവുള്ളവരുണ്ടായിരുന്നു. അവർ ഭി ന ജാനെ കിതനി തരക്കെ ലോക ഥേ, മാത്രമല്ല അറിഞ്ഞൂടാ എത്ര കണക്കിന് ആളുകളുണ്ട്, എത്ര കണക്കിന് ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഇനിയും ആളുകൾ അവിടെ കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് അടുത്ത് പഠിക്കാം. എന്തിനാണ് ഇത്രയും ആളുകൾ
കൊട്ടാരത്തിൽ വന്നത്. അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ബാക്കിയുള്ള കഥ. അപ്പൊ അനുമ ഞാൻ ഒന്നുകൂടെ ഇത് വായിച്ചാൽ എല്ലാരും ശ്രദ്ധിച്ചിരിക്കാം. अगली सुबह जब शहंशाह ने दरबार में प्रवेश किया तो उनका स्वागत किसने किया? पिछले ദിവസം अगली सुबह जब अकबर ने राज दरबार में प्रवेश किया वहां उन्होंने क्या क्या देखा? അവിടെ അദ്ദേഹം എപ്പോഴാണോ പിറ്റേ ദിവസം രാവിലെ എപ്പോഴാണോ അദ്ദേഹം കൊട്ടാരത്തിലോട്ട് പ്രവേശിച്ചത് അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഉൻകെ രാജ് ദർബാർ കൈ तरह के लोगों से भरा हुआ है. അദ്ദേഹത്തിന്റെ രാജകൊട്ടാരം പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേ कौन कौन थे? उस दरबार में कौन कौन लोग थे? किन किन लोग थे? बोलो. ആരൊക്കെയാണ് ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്? ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? छोटे बच्चे है, बुजुर्ग है. കൊച്ചു കുട്ടികളുണ്ട്, बुजुर्ग लोग थे. फिर गृहिणियां है, धोबिने है. വീട്ടമ്മമാരുണ്ട്, അലക്കുകാരികളുണ്ട്. फिर कौन कौन है? किसान है, कचरा बीनने वाला है. കൃഷിക്കാരുണ്ടായിരുന്നു, ഈ ചപ്പുചവറുകൾ പറക്കുന്ന ആളുകളുണ്ടായിരുന്നു. फिर दुकानदार है, लिपिक है. വ്യാപാരികളുണ്ടായിരുന്നു, ലിപിക് ഗുമസ്തരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. फिर कौन है? मूर्ख और ज्ञानी है. ആരൊക്കെ ഉണ്ടായിരുന്നു? മണ്ടന്മാരുടെ മൂർഖ എന്ന് വെച്ചാൽ വിഡ്ഢികൾ ഉണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയാണുള്ളത്? ബഹുത് ബഡാ ജ്ഞാനി ഹെ, വളരെ അറിവുള്ളവരും ഉണ്ടായിരുന്നു. അവർ ഭീ ന ജാനെ കിതനി തരക്കെ ലോകത്തെ. മാത്രമല്ല അറിയില്ല എത്ര കണക്കിന് ആളുകൾ ഉണ്ടെന്നല്ല, അത്രയും കണക്കിന് ആളുകൾ കൊണ്ട് കൊട്ടാരം നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത പാരഗ്രാഫിൽ നോക്കൂ. इन सब का क्या मतलब है? शहंशाह गरजे. मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके, अगर तुमने मेरा महल राज्य की आधी जनता से भर दिया, अब जवाब दो. അപ്പൊ ഇത്രയും ആളുകൾ നിറഞ്ഞു തടിച്ചിരിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ അക്ബർ ചക്രവർത്തി കുറച്ച് ദേഷ്യം വന്നു. അദ്ദേഹം ബീർബലിനോട് പറഞ്ഞു, ഇൻ സബ് കാ മത്ലബ് ക്യാ ഹെ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ കാണുന്നതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഷഹൻഷാഹ് ഗർജെ വെച്ചാൽ എന്താണ്? ദേഷ്യത്തോടെ ചോദിച്ചു. അക്ബർ ചക്രവർത്തി ദേഷ്യത്തോടെ ചോദിച്ചു, ബീർബൽ ഈ സബ് കാ മത്ലബ് ക്യാ ഹെ? ഈ കാണുന്നതിന്റെ അർത്ഥമൊക്കെ എന്താണ്? मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके, अगर तुमने मेरा महल राज्य की आधी जनता से भर दिया. ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത്? രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ടുവന്ന് കൊട്ടാരം നിറച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ബീർബൽ എന്നും പറഞ്ഞു. ഇപ്പൊ തന്നെ നീ എന്ത് ചെയ്യണം? ഇതിനുള്ള ഉത്തരം എനിക്ക് തരണം എന്നാര് പറഞ്ഞു? അക്ബർ ചക്രവർത്തി ദേഷ്യത്തോടു കൂടി ആരോട് ചോദിച്ചു? ബീർബലിനോട് ചോദിച്ചു. നമ്മുടെ ഈ സബ് കാ ക്യാ മത്ലബ് ഹെ? ഷഹൻഷാഹ് നെ ഗർജ, അല്ലറെ കൊണ്ട് നമ്മുടെ ചക്രവർത്തി ചോദിച്ചു, ബീർബൽ ഈ കാണുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ എന്തോന്നാണ്? मैंने तुमसे ऐसे लोगों को लाने के लिए कहा था. ഞാൻ നിന്നോട് ഇങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആളുകളെ ജോ മുझे कुछ सिखा सके, എന്നെ പഠിപ്പിക്കാൻ കഴിയുള്ള ആളുകളെയാണ് നിന്നോട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. അവർ തുമ്നെ മേരാ മഹൽ രാജ്യക്ക് ആധി ജനതാ സേ ഭർ ദിയ. പക്ഷേ നീ ചെയ്തത് എന്റെ കൊട്ടാരം നീ രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിറച്ചു. അല്ലേ? അബ് ജവാബ് ദോ, ഇതിനുള്ള ഉത്തരം നീ എനിക്ക് ഇപ്പോ തരണം. ആര് അലറിക്കൊണ്ട് വിളിച്ചു? അലറിക്കൊണ്ട് പറഞ്ഞു? അക്ബർ ചക്രവർത്തി ദേഷ്യത്തോടു കൂടി ബീർബലിനോട് പറഞ്ഞു, മാഫി ചാഹത്താ ഹൂം ജഹാं പനാ, मैंने तो बस आपके आदेशों का पालन किया है. बीरबल ने जवाब दिया, गुस्ताखी माफ हो, पर क्या जहां पना? अरे तुम्हें खंडों खेलकर अपना मनोरंजन करना जानते हैं. അപ്പൊ ഇതെല്ലാം കേട്ട് നിന്ന നമ്മുടെ ബീർബൽ തിരിച്ച് ഇതിന്റെ ഉത്തരം പറയണമല്ലോ. അപ്പൊ പറയുകയാണ്, മാഫി ചാത്താ ഹൂ, ഞാൻ മാപ്പ് ചോദിക്കുന്നു താങ്കളോട്. മാപ്പ് ചോദിക്കുന്നു ചക്രവർത്തി. मैंने तो बस आपके आदेशों का पालन किया है. പക്ഷേ ഞാൻ താങ്കൾ എന്താണോ പറഞ്ഞത് അതിനുള്ള
അതനുസരിച്ച് മാത്രമേ ചെയ്തോളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞത് ഞാന് ശിരസാ വഹിച്ചു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ബീർബലിനെ ജവാബ് ദിയ. ആരുത്തരം പറഞ്ഞു? ബീർബൽ ഉത്തരം പറഞ്ഞു. ഗുസ്താഖി മാഫോ, ധിക്കാരമാണെങ്കിൽ എന്നോട് ക്ഷമിച്ചാലും. ഗുസ്താഖി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ധിക്കാരം. ഞാൻ ധിക്കാരം ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് ദയവായിട്ട് ക്ഷമിക്കൂ. पर क्या जहांपना, रेत में खंडों खेलकर अपना मनोरंजन करना जानते हैं? പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ചക്ര മഹാരാജാവേ, താങ്കൾക്ക് രേത്തമയും, രേത്ത് എന്ന് വെച്ചാൽ മണൽ, അണ്ടർലൈൻ ചെയ്യുക. രേത്ത് എന്ന് വെച്ചാൽ എന്താണ്? മണൽ. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഞാൻ തരുന്നുണ്ട്, എന്നാലും ഈ അറിഞ്ഞൂടാത്ത വേർഡ്സ് നിങ്ങൾക്ക് വരുമ്പോൾ, എന്ത് ചെറിയ വേർഡ്സ് ആയാൽ പോലും അറിഞ്ഞൂടായെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. ഇനി ഞാൻ നോട്ട് തരുമ്പോൾ നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്ത വാക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യണം? ഇനി വാട്സാപ്പിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് തിരിച്ചു തരാം. മനസ്സിലായല്ലോ? അപ്പൊ ഈ പറയുന്ന, എടുത്തു പറയുന്ന വാക്കിന്റെയൊക്കെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, ഗുസ്താഖി മാഫ് ദോ, ധിക്കാരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. पर क्या जहांपना, रेतुमें खंडों खेलकर अपना मनोरंजन करना जानता है? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മഹാരാജാവേ, മണലിൽ ഖണ്ഡോ ഖേൽക്കർ, മണിക്കൂറുകളോളം കളിച്ച് അപ്പനാ മനോരഞ്ജൻ കർണാ ജാനതേ ഹേ, താങ്കൾക്ക് ആ മനസ്സുഖം അല്ലെങ്കിൽ രസിക്കാൻ, അല്ലെ, ഒരുപാട് സമയം മണലിൽ കളിച്ചുകൊണ്ട് താങ്കൾക്ക് ആഹ്ലാദിക്കാൻ അറിയാമോ? ആ വിദ്യ താങ്കൾക്ക് അറിയാമോ? അതിന് താങ്കൾക്ക് കഴിയുമോ? ഇതാരാണ് ചെയ്യുന്നത്? മണിക്കൂറുകളോളം മണലിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞേ? കൊച്ചുകുട്ടികളായിരിക്കും അല്ലേ? അപ്പൊ അത് ഉദ്ദേശിച്ചാണ് ബീർബൽ പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മഹാരാജാവേ, മണിക്കൂറുകളോളം മണലിൽ കളിച്ചുകൊണ്ട് മനസ്സുഖം നേടാൻ താങ്കൾക്ക് അറിയുമോ? അടുത്ത നെഹിം पर उससे क्या शहंशाह बेखलागे, ഇല്ല, എനിക്കറിയില്ല. ഒരുപാട് നേരം മണലിൽ കളിച്ച് എനിക്ക് മനസ്സുഖം കിട്ടുന്നത് എങ്ങനെയെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അതിനെന്താ? അക്ബർ ചക്രവർത്തി എങ്ങനെയാണത് പറഞ്ഞത്? ബൈഖലാകെ, എന്താണ്? കോപാന്തനായി, ദേഷ്യം ഇരട്ടിച്ചു, അല്ലെ? ഇതേ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ ദേഷ്യം കുറയല്ല ചെയ്തത്, കൂടി. ദേഷ്യം കുറച്ചുകൂടെ കൂടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് അറിയില്ല. പക്ഷെ അതിനെന്താ കുഴപ്പം? അടുത്തപ്പോ നമ്മുടെ ബീർബൽ വീണ്ടും വിജ്ഞാനിതനായിട്ട് ചോദിക്കുകയാണ്, क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं? या क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है? क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं? എന്താ താങ്കൾക്ക് ഒരു ഗരീബ് ആദ്മി, അണ്ടർലൈൻ ചെയ്യുക, ഗരീബ് എന്ന് വെച്ചാൽ എന്താണ്? പാവപ്പെട്ട. ഗരീബ് ആദ്മി പാവപ്പെട്ട മനുഷ്യൻ, അല്ലെ? ഒരു ദരിദ്രനായ മനുഷ്യന്റെ ആംദനി, വരുമാനം കൊണ്ട് വീട് നോക്കാൻ താങ്കൾക്ക് അറിയാമോ? തുച്ഛമായ വരുമാനം കൊണ്ട് വീട് എങ്ങനെയാണ് പരിപാലിച്ചു പോകുന്നത് എന്ന് താങ്കൾക്ക് അറിയാമോ? അല്ലെങ്കിൽ താങ്കളെ കൊണ്ട് അതിന് സാധിക്കുമോ? या क्या आप जानते हैं कि कपड़ों से दाग कैसा हटाया जाता है? ഇനി മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് തുണികളിൽ പറ്റിയിരിക്കുന്ന കറ കളയുന്നത്? അത് താങ്കൾക്കറിയാമോ? അല്ലേ? അപ്പോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ബീർബൽ അക്ബറിനോട് ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മണിക്കൂറുകളോളം മണലിൽ കളിച്ച് സന്തോഷിക്കാൻ താങ്കൾക്ക് അറിയാമോ? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അറിയോ? ഒരു ദരിദ്രനായ മനുഷ്യന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ താങ്കൾക്ക് അറിയാമോ? മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വസ്ത്രങ്ങളിലെ കറ എങ്ങനെയാണ് മാറ്റുന്നത്? അത് താങ്കൾക്ക് അറിയാം. അപ്പൊ ഈ മൂന്ന് ചോദ്യവും ആര് ചോദിച്ചു? ബീർബൽ അക്ബറിനോട് ചോദിക്കുന്നു. അപ്പൊ ബീർബൽ അക്ബർ എന്തായിരിക്കും പറഞ്ഞു നോക്കൂ? കതഈ നഹീം ഷഹൻഷാഹ് അക്ബർ ने जवाब दिया, തീർച്ചയായുമില്ല, നിശ്ചയമായുമില്ല, എനിക്കതിലൊന്നും അറിയില്ല. क्या जहांपना यह जानते हैं कि बुआई कब करनी है और फसल को पानी कब देना है, या कचरे में से उपयोगी चीजों को कैसे छांटना है, या कहाँ हरे भरे चरागाह है, या हमारी फसलों के बढ़िया दाम कहाँ मिलेंगे,
या किसी शब्द को इतनी खूबसूरती से कैसा लिखें कि वह चित्र जैसा लगे. അപ്പൊ നമ്മുടെ ബീർബൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് അടുത്ത ചോദ്യം എന്ന് തരുന്നു. क्या जहां बनाओ ये जानते हैं कि बुवाई कब करनी है. എങ്കിൽ മഹാരാജാവേ താങ്കൾക്ക് ഇത് അറിയാമോ? എന്താണ് ബുവായി കബ് കർണി ഹെ? വിതയ്ക്കൽ സമയം അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന സമയം ഏതാണെന്ന് താങ്കൾക്ക് അറിയാമോ? വിത്ത് വിതയ്ക്കുന്നത് എപ്പോഴാണെന്ന് താങ്കൾക്ക് അറിയാമോ? और फसल को पानी कब देना है. വിളവുകൾക്ക് വെള്ളം എപ്പോഴാണ് ഒഴിക്കേണ്ടത്, വെള്ളം എപ്പോഴാണ് തളിക്കേണ്ടത്, അത് താങ്കൾക്ക് അറിയാമോ? या कचरे में से उपयोगी चीजों को कैसा छानना है. അടുത്ത ചോദ്യം എന്താണ്? കച്ചരെ മേംസെ അഴുക്ക സാധനങ്ങൾ ചപ്പു ചവറുകളിൽ നിന്നും നല്ല സാധനങ്ങൾ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, താങ്കൾക്ക് അറിയാമോ? ചോദ്യങ്ങൾ കണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. യാ കഹാം ഹരേ ഭരേ ചരാഗ് ഹെ. ഇനി നല്ല പച്ചപ്പുള്ള ചരാഗാഹ്. എന്താണ് ചരാഗാഹ്? മേച്ചിൻപുറങ്ങൾ എവിടെയാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഇനി തീർന്നില്ല, ഇനി അടുത്തതാണ് യാ ഹമാരി ഫസലോ കെ ബിഠിയാ ദാം കഹാ മിലേംഗെ. നമ്മുടെ വിളവുകൾക്ക് ഏറ്റവും മികച്ച വില ലഭിക്കുന്ന സ്ഥലം ഏതെന്ന് താങ്കൾക്ക് അറിയാമോ? അടുത്ത या किसी शब्द को इतनी खूबसूरती से कैसे लिखें कि विवाह चित्र जैसा लगे. ഏതെങ്കിലും ഒരു ശബ്ദത്തിനെ താങ്കൾക്ക് എഴുതാൻ അറിയാമോ? എങ്ങനെ എഴുതണം? യാ ഏക് ചിത്ര ജൈസാ ലഗേ. ഒരു ചിത്രം പോലെ വാക്കുകളെ എഴുതാൻ അറിയാമോ? എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ചില ചിത്രങ്ങൾ, ചില കഥകൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ കവിതകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ആ എഴുതിയ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ചിത്രം പോലെ തെളിയാറുണ്ട് അല്ലെ? ആ കഥാപാത്രങ്ങളായാലും അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളില് എന്തായിട്ട് തെളിയും? ഒരു ചിത്രം പോലെ നമ്മളെന്നെ രേഖാചിത്രം എന്നൊക്കെ പറയാം മലയാളത്തിൽ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ താങ്കൾക്ക് അറിയാമോ എന്നാണ് ആര് ചോദിക്കുന്നത്? ബീർബൽ ആരോടാണിത് ചോദിക്കുന്നത്? മഹാനായ അക്ബർ ചക്രവർത്തിയോടാണിത് ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം കേട്ടു. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഒരുപാട് സമയം മണലിൽ ഇരുന്ന് കളിച്ച് താങ്കൾക്ക് മനസ്സന്തോഷം, മനസ്സുഖം നേടാൻ അറിയാമോ? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ചെറിയ ഒരു പാവപ്പെട്ടവന്റെ, ദരിദ്രനായ മനുഷ്യന്റെ ദിവസ വേതനം കൊണ്ട് വീട് പോറ്റാൻ താങ്കൾക്ക് അറിയാമോ? അടുത്തെന്തായിരുന്നു? വസ്ത്രങ്ങളിലെ കറ എങ്ങനെയാണ് മാറ്റുന്നത്, അത് താങ്കൾക്ക് അറിയാമോ? അടുത്തിനി എന്താണ്? വിത്ത് വിതയ്ക്കുന്നത് എപ്പോഴാണ്, വെള്ളം നനയ്ക്കുന്നത് എപ്പോഴാണ്, അഴുക്ക സാധനം നല്ലത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ എന്താണ്? നല്ല പച്ചപ്പുള്ള മേച്ചിൻപുറങ്ങൾ എവിടെയാണ്, നമ്മൾ വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എവിടെയാണ് നല്ല വില കിട്ടുന്നത്, അത് താങ്കൾക്ക് അറിയാം. ഇതൊക്കെയാണ് നമ്മുടെ ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ എങ്ങനത്തെ ചോദ്യങ്ങളാണ്? വലിയ ബുക്കുകളിലൊക്കെ കിട്ടുന്ന ചോദ്യങ്ങളാണോ? ആണോ? വലിയ ബുക്കുകളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണോ ചോദിച്ചിരിക്കുന്നതൊക്കെ അല്ലെ? വലിയ അല്ലെങ്കിൽ നല്ല അറിവുള്ളവർക്ക് മാത്രം പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? അല്ല. ഇങ്ങനത്തെ ചോദ്യങ്ങളാണിത്. വളരെ സാധാരണമായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നിത്യ ജീവിതത്തില് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക. അപ്പൊ ഇതെല്ലാം ബീർബൽ ചോദിച്ചപ്പോൾ നമ്മുടെ അക്ബറിന്റെ ഭാവം എങ്ങനെയായിരുന്നു നോക്കി കൊടുത്തോളൂ. നഹീം നഹീം നഹീം, ഹസാർ ബാർ നഹീം. അക്ബർ ഗുസ്സേ സേ ലാൽ പീലേ ഹോക്കർ ചില്ലാ. ഇതെല്ലാ ചോദ്യങ്ങളും കേട്ടപ്പോ അക്ബറിന് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ മുഖം ദേഷ്യം കൊണ്ടങ്ങ് ചുവന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടം ഇല്ല, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആര് പറഞ്ഞു? അക്ബർ പറഞ്ഞു. അപ്പോഴത്തേക്കും വളരെ വിനയാന്വിതനായിട്ട് നമ്മുടെ ബീർബൽ അടുത്ത് വീണ്ടും പറയുക എന്താന്ന് നോക്കി. തബ് ജഹാബന ബീർബൽ ने शांति से कहा. വളരെ ശാന്തതയോടുകൂടി ബീർബൽ പറയാണ്, इस दरबार में मौजूद हर शख्स आपको कुछ ना कुछ सिखा सकता है. हर एक ऐसा कुछ जानता है जो दूसरों को नहीं पता है. प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है.
दिल या दिमाग की कोई खासियत है तो सभी शिक्षक भी है और विद्यार्थी भी. तब जहां बना ബീർബൽ എങ്ങനെയാണ് പറഞ്ഞത്? മഹാരാജാവേ, വളരെ ശാന്തതയോടുകൂടി പറഞ്ഞു, മഹാരാജാവേ, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ്, ഈ രാജസദസ്സിൽ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും, ഹർ ശഖ്സ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അപ്പോ കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹൂ, താങ്കളെ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിപ്പിക്കാനും കുറെ കാര്യങ്ങൾ താങ്കളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഓരോ ആൾക്കാർക്കും താങ്കൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള കഴിവ് ഉണ്ട്. ഹർ ഏക് ऐसा कुछ जानता है जो दूसरों को नहीं पता है. ഓരോരുത്തർക്കും കുറെ അറിയാം. എങ്ങനെയുള്ള അറിവുകൾ? മറ്റുള്ളവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങള് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയല്ലേ? നമ്മളിലും ചില പല കാര്യങ്ങളും നമുക്കറിയാത്ത പല കാര്യങ്ങളും തൊട്ടടുത്തിരിക്കുന്നവർക്ക് അറിയായിരിക്കും, അല്ലെ? ഇനി അടുത്ത അവർക്ക് അറിയാത്ത കാര്യങ്ങൾ ആർക്കറിയായിരിക്കും? നമുക്കറിയായിരിക്കും. ചിലവർക്ക് എന്താണ് പാട്ടുപാടാൻ കഴിവില്ലായിരിക്കും, പക്ഷെ വേറെ ചിലവർക്ക് പാട്ടുപാടാനുള്ള കഴിവില്ലായിരിക്കും, പക്ഷെ അവർക്ക് വേറെ എന്തിനും ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വ്യക്തിക്കും മറ്റുള്ളവർക്കില്ലാത്ത പല കഴിവുകളും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കുന്നത് പറയണം, അല്ലെ? അപ്പൊ ഇപ്പൊ ഒരു 50 കുട്ടികളുടെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേർക്കും ഉള്ളത് വ്യത്യസ്തമായ കഴിവുകളായിരിക്കും, അല്ലെ? ചിലവർ നല്ല ഹൈ ടാലന്റ് ആയിട്ട് പഠിക്കും, നല്ല രീതിയിൽ പഠിക്കും, പക്ഷെ തൊട്ടടുത്തിരിക്കുന്നവർ അത്രയ്ക്ക് കഴിവ് കാണില്ല, അവന് വേറെ എന്തെങ്കിലും കഴിവ് കാണും. പക്ഷെ ഈ നല്ല പഠിക്കുന്ന കുട്ടി ഇനി ഭാവിയിൽ നല്ല ജോലി നേടായിരിക്കും, പക്ഷെ നല്ല പൈസയുള്ള ജോലി നേടുമായിരിക്കും, മാസം വരുമ്പോൾ നല്ല പൈസയുള്ള ജോലി നേടും. പക്ഷെ അവന് ഈ കിട്ടിയ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ലായിരിക്കും, ആ കഴിവ് അവന് കാണത്തില്ല. പക്ഷെ ഒന്നും പഠിക്കാതെ കിടന്ന കുട്ടി അവന് എങ്ങനെയാണ് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെ ജീവിതത്തിൽ സക്സസ് ആവാമെന്ന് അവനറിയായിരിക്കും, അവൻ അതിനുള്ള കപ്പാസിറ്റി കാണും. അതുകൊണ്ട് അവന് ഇത്രയും പൈസ കിട്ടിയില്ലെങ്കിൽ പോലും അവൻ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അവന് ജീവിക്കാൻ അറിയായിരിക്കും. ഇതാണ് ഓരോ മനുഷ്യരുടെയും കഴിവ് എന്ന് പറയുന്നത്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ കഴിവും കൊടുത്തിട്ടല്ല, പക്ഷെ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുമുണ്ട്. അതിലാണ് നമ്മൾ അറിയുന്നത്. അതാണ് പറയുന്നത്, മഹാരാജാവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത ഓരോ കഴിവുകളും ഇവിടെ ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഓരോ കാര്യങ്ങളും ഉണ്ട്. ആര് പറഞ്ഞ വാക്കുകളാണ്? ബീർബൽ പറഞ്ഞ വാക്കുകൾ. प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कोई खासियत है. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കുറെ കഴിവുകളുണ്ട്, കുറെ അറിവുകളുണ്ട്, മനസ്സിനും ബുദ്ധിക്കും കുറെ സവിശേഷതയുണ്ട്, അല്ലെ? അവർക്ക് കുറെ ഖാസിയത്ത് എന്ന് വെച്ചാൽ സവിശേഷത. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ സവിശേഷതകളുണ്ട്, ഓരോ വ്യത്യസ്തങ്ങളായ സവിശേഷതകളുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. അറിവ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ നമുക്ക് അവിടെ നിന്ന് മാത്രം നേടാൻ പറ്റുന്നതോ ആണോ അറിവ്? ആണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മള് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതിൽ നിന്ന് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ അനിയൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അനിയത്തി ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ അവരെന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവര് പറയും, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്നതാണ്, ഓടാനായിട്ട് നീ എന്നെ ഉപദേശിക്കാറായില്ല, നീ അത്രത്തോളം ഒന്നും വളർന്നില്ല, അല്ലെ? നീ 4-5 ഓളം കൂടെ ഉണ്ടിട്ടോ, എന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ മതി, അല്ലെ? എന്ന് പറയാറുണ്ട്, അല്ലെ? പക്ഷെ അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ചെയ്ത തെറ്റിനെ അവൻ മനസ്സിലാക്കി നമ്മുടെ തെറ്റെന്താണെന്ന്. അതാണ് അവൻ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞത്. അപ്പൊ അവൻ കുഞ്ഞാണ്, എന്നെ ഉപദേശിക്കാറായില്ല, എന്റെ അത്ര അറിവ് അവനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ആ കുട്ടിയിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞു കാര്യമായിരിക്കാൻ പഠിക്കാനുള്ളത്, പക്ഷേ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വലിയൊരു കാര്യമാണ്. അറിവുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു തുള്ളി പെരുവെള്ളം പോലെ അറിവുകൾ അങ്ങ് നിറഞ്ഞു വരുന്നത്, ആണല്ലോ? അപ്പൊ മനസ്സിലാക്കുക, ഒരു കൊച്ചു ഉറുമ്പിൽ നിന്നും
ഒരു വലിയ മലയിൽ നിന്നും അല്ലെങ്കിൽ ഒരു വലിയ ആനയോളം ആനയിൽ നിന്നും വരെ നമുക്ക് കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്. ഓരോ നിമിഷത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് പോവുകയാണ് അല്ലെ. അറിവൊരിക്കലും വലിയ എന്താണ് വല്ല PhD കഴിഞ്ഞവരോ അല്ലെങ്കിൽ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അറിവ്. അറിവെന്ന് പറയുന്നത് എന്താണ് സാധാരണക്കാരിൽ നിന്നും വലിയ പണ്ഡിതന്മാരിൽ വരെ അതിനേക്കാളും കൂടുതൽ അങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുന്നതാണ് അറിവ്. ഈ ഒരു സത്യമാണ് ഇവിടെ ബീർബൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. तो सभी शिक्षक भी है और विद्यार्थी भी. അങ്ങനെ വരുമ്പോൾ എല്ലാവരും അധ്യാപകരാണ്, അതുപോലെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ് അല്ലെ. നമ്മളെല്ലാവരും അധ്യാപകരാണ്. നമുക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അധ്യാപകരാണ്, അതോടൊപ്പം ആരുമാണ്? വിദ്യാർത്ഥികളുമാണ്. അപ്പൊ നല്ലൊരു പാഠമാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമുക്ക് എന്ത് വരത്തില്ല? അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലോട്ട് കയറില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ എന്നെക്കാളും കഴിവ് അവന് മറ്റുള്ളവർക്ക് കുറവെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു അഹങ്കാരം വരുമ്പോ അവനെക്കാളും ഞാൻ ഇച്ചിരി ബെറ്റർ ആണെന്ന് അല്ലേ. പക്ഷെ നിങ്ങൾ തിരിച്ചു ചിന്തിച്ചു നോക്കൂ, എന്നെക്കാളും അറിവ് അവനുണ്ടെന്ന് ചിന്തിച്ചാലോ നമ്മൾ അവന്റെ മുന്നിൽ നിന്ന് കുഞ്ഞു നിൽക്കാനേ ശ്രമിക്കുള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു സത്യമാണ് ഇവിടെ ബീർബൽ അക്ബറിനെ പറയാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്? നേരിട്ട് പോയി പറഞ്ഞാൽ അക്ബറിന് ചിലപ്പോ പിടിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഒരു വലിയ ഒരു കാഴ്ചയിലൂടെ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി ക്ലാസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഞാന് ശബ്ദാർത്ഥം ഇതിന് വരുന്ന നോട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. ഞാൻ വാട്സാപ്പിൽ ഇട്ടുതരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ആരും ഉഴപ്പിക്കളയരുത്. സ്റ്റാർട്ടിങ്ങിനെ ഉഴപ്പിക്കളയരുതാരും. നിങ്ങൾ ആദ്യമേ നിങ്ങൾ നേരെ ഞാൻ പറഞ്ഞിരുന്ന കാര്യം അതേപടി പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദിയോട് താല്പര്യം വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് എന്നെ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കഥ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഓരോ അർത്ഥവും വെച്ച് വായിക്കുക. പറ്റുമെങ്കിൽ തൊട്ടടുത്തിന് പഠിപ്പിക്കാവുള്ളൂ. നിങ്ങൾ ഒന്ന് വായിച്ചു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോ ശരി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും നന്ദി. ഓക്കെ.